വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയാൽ പെയ്യും കൃപതൻ നിറവായൊഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരണം ഏശയ്യാ പ്രവചനം 55-ാം അധ്യായം 10-11 വചനങ്ങളിൽ ദൈവം നമ്മളോട് ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അത് അങ്ങോട്ട് തന്നെ മടങ്ങാതെ അത് ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. അത് ഫലരഹിതമായി തിരിച്ചു വരില്ല, അത് എൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് നടത്തും. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ വചനം ശ്രവിക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് ആഗ്രഹിക്കുന്ന ഉദ്ദേശം ഞങ്ങൾ ശ്രവിക്കുന്ന വചനം ഞങ്ങളിൽ അന്വർത്ഥമാകട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്ന പരിവർത്തനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവമേ അങ്ങ് സമൃദ്ധമായി പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് സമൃദ്ധമായി ഫലം നൽകുന്ന 100 മേനിയും 30 മേനിയും 60 മേനിയുമൊക്കെ ഫലം നൽകുന്ന ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറ്റപ്പെടാൻ വേണ്ടി നിൻ്റെ അഭിഷേകവും കൃപയും സമൃദ്ധമായി നൽകണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ധ്യാനപൂർവ്വം ശ്രവിക്കാം. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദാന്ത്യത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മളോട് പറയുന്ന ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഇങ്ങനെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവം ഇവിടെ പറയാതെ പറയുന്നൊരു സത്യമുണ്ട്. അവളിൽ നിന്നും നല്ല ഭാഗം അത് എടുക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന മറ്റൊരു സത്യമാണ്, നിന്നിൽ നിന്നും എടുക്കപ്പെടാവുന്ന ചില ഭാഗങ്ങൾ ഉണ്ട്. നിന്നിൽ നിന്നും എടുക്കപ്പെടാവുന്ന ചില ഭാഗങ്ങൾ ഉണ്ട്. നമ്മൾ അവയൊന്ന് ധ്യാനിക്കുകയാണ്. കർത്താവ് ഈ വചനഭാഗം നമ്മളോട് പറയുമ്പോൾ 2 ക്യാരക്ടേഴ്സ്, 2 വ്യക്തികൾ, ഒരേ ഭവനത്തിലുള്ള 2 വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മളൊന്ന് ധ്യാനിക്കുന്നത്. ഇവിടെ മർത്ത ചെയ്ത ഒരു ഭാഗമുണ്ട്. എന്താ അവൾ ചെയ്തത്? കർത്താവിന് വേണ്ടി പലവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കർത്താവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് പല ശുശ്രൂഷകളിൽ മർത്ത ഓടി നടക്കുക കർത്താവിന് വേണ്ടി. പക്ഷെ ഇവിടെ മറിയം ചെയ്തതോ, കർത്താവ് മറിയത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കർത്താവ് പറഞ്ഞ ഇതാ നല്ല ഭാഗം. ദൈവം വീട്ടിൽ വരുമ്പോൾ ദൈവത്തെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നല്ല ഭാഗം കർത്താവ് തരികയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു വ്യക്തി ദൂരദേശങ്ങളിൽ പണി ചെയ്തിട്ട്
വെക്കേഷന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവൻ്റെ അമ്മയുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കും, ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ജോലി സ്ഥലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ചില സമയങ്ങളിൽ വളരെ മൂഡ് ഓഫ് ആയിട്ട് കാണാനിട വരാറുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കാറുണ്ട്, എന്ത് പറ്റി? അപ്പോൾ അവൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതിങ്ങനെയാണ്, എൻ്റെ അച്ചോ എന്നാ പറയാനാ, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അമ്മ എന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ട് തുടങ്ങി മീൻകറി വെക്കണോ ഇറച്ചിക്കറി വെക്കണോ ഓടടാ ഓട്ടം ചുറ്റും നടന്ന് ഓടുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർത്താനം പറയാൻ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മേനോട് പറയും, നിനക്കപ്പുറത്ത് വേറെ പണിയൊന്നുമില്ലേ, നീ അടുക്കളയിൽ നിന്ന് പറഞ്ഞു നീ അവിടെ പോയിരുന്നേ എന്ന് പറഞ്ഞ് തുര പണിയെടുത്ത് നടക്കും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ടാവും, അതുമായിട്ട് ഞാൻ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ടാവും. വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും റെഡിയാക്കി എനിക്ക് ഭക്ഷണം വിളമ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ അമ്മ മടുത്തു പോയിട്ടുണ്ടാവും. പിന്നെ അന്ന് രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നുറങ്ങണം. എന്നിട്ട് ഈ അമ്മ ചുറ്റും നടന്ന് പരാതി പറയണേ, അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോട് വർത്തമാനം പറയുന്നവന് നേരില്ല, ചുറ്റുമുള്ള എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് നടക്കാൻ നേരമുണ്ട്. എന്നിട്ട് ഈ പയ്യനോട് പറഞ്ഞൊരു കാര്യമാണ്, വല്ലാത്തൊരു വിഷമസന്ധിയാണ് അച്ചു, അമ്മയുടെ കൂടെ ഒന്ന് വർത്തമാനം പറയാന്ന് വെച്ചാൽ എന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അമ്മ ഓടി നടന്ന് അമ്മയ്ക്ക് സമയം തികയുള്ള. അതിനിടയ്ക്ക് അമ്മ പറയാണ് അവൻ എന്നോട് സ്നേഹമില്ല എന്ന്. കാരണം എന്താ? അമ്മ അത് പറയാനായിട്ട് കാരണം അമ്മയുടെ കണ്ണിലൂടെ, കാര്യം ശരിയാണ്, അമ്മ ട്രീറ്റ് ചെയ്യുന്നത് ഈ മോനെ തന്നെയാണെങ്കിലും മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, മോനുമായിട്ട് സംസാരിച്ചിരിക്കാനുള്ള സമയം ഇല്ല. അതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്കൊരു തോന്നലാണ് മോൻ എന്നോട് സ്നേഹമില്ല, വേറെ കുറേ ആൾക്കാരുടെ സ്നേഹം എന്നുള്ളത്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഇങ്ങനൊരു അപകടം കൂടി നമുക്ക് സംഭവിക്കുന്നുണ്ട്. എല്ലാവരും ഓട്ടമാണ്. പള്ളിയിൽ കൈക്കാരന്മാരാണെങ്കിൽ ഓടടാ ഓട്ടം, എങ്ങനെ വികാരിച്ചനെ സഹായിക്കാം, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം, തിരുനാൾ കമ്മിറ്റിയിൽ എങ്ങനെ പരിപാടി നടത്താം, ഓട്ടമാണ്, എല്ലാവരും ഓട്ടമാണ്. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ഞാനായിരിക്കുന്ന സമയത്ത് ഓർക്കുന്നു, ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ഓടടാ ഓട്ടമാണ്. ധ്യാന ശുശ്രൂഷകരെ സംബന്ധിച്ച് അവർ മൈക്ക് അറേഞ്ച് ചെയ്യുന്നു, വെള്ളം എടുത്ത് വയ്ക്കുന്നു, എല്ലാവരും ഓട്ടമാണ്, കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവം പറയുക, നല്ല ഭാഗം എന്ന് പറയണത് നീ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഞാൻ നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് സമ്മതിക്കുക എന്നുള്ളതാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ആലോചിക്കാം, കർത്താവിൻ്റെ കൂടെ ഇരുന്ന എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ആൾക്കാരുടെ ജീവിതാനുഭവത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. എന്താ അവിടെ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ കാണുന്നുണ്ട്, സമറിയക്കാരി സ്ത്രീ, ആദ്യത്തെ ഒരു വ്യക്തി നമ്മൾ എടുക്കുന്നു ഒരു ഉദാഹരണം. ഇവള് തമ്പുരാൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ കുറേ തട്ടുമുട്ട് ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട്. നിന്റെ ജാതി വേറെയാ, എൻ്റെ ജാതി വേറെയാ, എന്തിനു നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണേ, തമ്പുരാനെ അടുപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുവള്. അത് കഴിഞ്ഞിട്ട് തമ്പുരാൻ അവളോട് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഇവളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട അധ്യായങ്ങൾ മുഴുവനും ദൈവം അവളുടെ മുൻപിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവള് തിരിച്ചു പോയിട്ട് ആ നാട്ടുകാരോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ശ്രദ്ധിക്കണമേ, ആ ഡയലോഗിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിസാരമല്ല. കാരണം ആ പ്രദേശം മുഴുവനും ഇളകി ഈശോയുടെ പിന്നാലെ അവരെ കൊണ്ടുവരാൻ പാകത്തിന് തക്ക ശക്തിയുള്ള ഡയലോഗാണ് ഈ പെണ്ണ് അവിടെ പോയിട്ട് പറഞ്ഞത്. അപ്പം നമ്മൾ വലിയ ഡയലോഗ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു? ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണ്, ഇവനായിരിക്കുമോ മിശിഹ? തമ്പുരാൻ്റെ അടുത്തിരിക്കുമ്പോൾ അവൾക്ക് കിട്ടിയൊരു ബോധ്യം എന്ന് പറയണത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞ വ്യക്തി. ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാന്നേ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ അയോഗ്യതകൾ, നമ്മുടെ ബലഹീനതകളെല്ലാം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഒന്നുമല്ല. നോക്കിയേ, അവളുടെ എന്ത് സാക്ഷ്യമാണ്! വ്യക്തിപരമായ അവളുടെ അനുഭവം ജനങ്ങളോട് അവർ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി, ആ സമറിയക്കാരി സ്ത്രീ, അവളുടെ വ്യക്തിപരമായ അനുഭവത്തെ ഞാൻ ചെയ്ത കാര്യം എന്നോട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ ചലിപ്പിക്കാൻ പാകത്തിന് ശക്തിയുള്ള ഒരു സാക്ഷ്യമായിട്ട് മാറി. ഇന്നെല്ലാവരും, ഞാനടക്കമുള്ള ആൾക്കാർ പ്രസംഗിക്കാൻ വിഷയം തേടി നടക്കുക. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ അടുത്തിരുന്ന് അവൻ എന്നെക്കുറിച്ച് എന്നോട് പറയുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരെ ചലിപ്പിക്കുക എന്ന് സമറിയക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു നല്ല ഭാഗമാണ്. ഇനി നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് പത്രോസിനെ എടുക്കാം. പത്രോസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കർത്താവ് അവൻ്റെ കൂടെ വന്നു, വള്ളത്തിൽ കയറി ഇവർ മീൻ പിടിക്കാനായിട്ട് പോയി.
മീൻപിടുത്തമൊക്കെ നടത്തി കർത്താവ് പറഞ്ഞതുപോലെ വലയിട്ട് കുറേ മീനൊക്കെ കിട്ടി കഴിഞ്ഞ സമയത്ത് ഇവർ തമ്മിൽ അതിനിടയ്ക്ക് കുറേ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനുണ്ടായ ആദ്യത്തെ ഒരു മനോവിചാരമുണ്ട്. എന്നാണെന്നറിയാവോ? നമ്മൾ ബൈബിൾ വായിച്ചിട്ടുള്ളതാ. തമ്പുരാനെ, എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകണേ, ഞാൻ പാപിയ. നോക്കിക്കേ, കുറേ സമയം കർത്താവിൻ്റെ കൂടെയായിരുന്ന പത്രോസിനുണ്ടായ ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയണത്, തമ്പുരാനെ, ഞാൻ പാപിയാട്ടോ, എൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു പോകണം. കൂടെയായിരുന്ന രണ്ടാമത്തെ മനുഷ്യൻ്റെ വികാരം സെയിം, ഒരേപോലത്തെ തന്നെ ഒരു വികാരം, തമ്പുരാനെ, ഞാൻ പാപിയ, എന്നെക്കുറിച്ച് തന്നെ ഒരു ബോധ്യം എനിക്ക് കിട്ടുക. ഇനി പത്രോസിനെ പോലെ തന്നെ കൂടെയായിരുന്ന ഒരു ശിഷ്യനാണ് യോഹന്നാൻ. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഈശോയുടെ പീഡാനുഭവ വേളയിൽ പത്രോസ് യോഹന്നാൻ്റെ കൂടെ തന്നെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. കർത്താവിനെ കുറിച്ച് അവനോട് ചോദിക്കപ്പെട്ട നിമിഷത്തിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറയണേ. അവസാനം വരെ കൂടെ നിൽക്കാൻ പത്രോസിന് പറ്റിയില്ല. എന്നാൽ യോഹന്നാൻ കർത്താവിൻ്റെ ഓരോ പീഡാനുഭവ രംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ച് കൂടെയായിരുന്ന ശിഷ്യനാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും, പത്രോസ് പറയുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി എന്നാൽ ഞങ്ങളും വരിക എന്ന് പറഞ്ഞിട്ട് പത്രോസിന് പിന്നാലെ പോകുന്നുണ്ട്. നമ്മുടെ ദൈവം വീണ്ടും അവരുടെ അടുത്ത് വന്നിട്ട് ഇവരെ എങ്ങനെ വിളിച്ചോ ഓൾമോസ്റ്റ് അതേപോലത്തെ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് വലതുവശത്ത് വലയിറക്ക് മക്കളെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് കർത്താവാണെന്ന് തിരിച്ചറിയുന്നത് യോഹന്നാനാണ്. അതായത് ഈശോയുടെ കൂടെ അവസാനം വരെ നിന്ന ശിഷ്യനെ ഒരു ഫലവും കിട്ടാത്ത സമയത്ത് എനിക്കൊരു കച്ചിത്തുമ്പായി കടന്നു വരുന്നവൻ ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിവുണ്ടാവുന്നുള്ളൂ. അത് പത്രോസിന് ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് യോഹന്നാനെ പറ്റിയുള്ളൂ. നമ്മൾ ഇച്ചിരി കൂടി മുന്നോട്ട് കടന്നുപോയേ മഗ്ദലേന മറിയം വീണ്ടും കല്ലറയിലേക്ക് വന്നിട്ട് 2 ശിഷ്യന്മാർ അവിടെ ഈശോ ഇല്ലാന്ന് കണ്ട് മടങ്ങിപ്പോയല്ല. മറിയം അവിടെ തന്നെ നിന്നു. കർത്താവ് പിന്നീന്ന് വിളിച്ചു. നോക്കിക്കേ, കൂടെ ആയിരിക്കുന്നവർക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ഇങ്ങനെ കൂടെ ആയിരുന്നവർക്കെല്ലാം ലഭിച്ചിട്ടുള്ള ദൈവിക വെളിപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പാപിയാണ് എന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ മാറണം എന്നുള്ള ചിന്തയാണ്, മറ്റുള്ളവരെ മാറ്റണം എന്നുള്ള ചിന്തയല്ല. കാരണം എന്താണെന്നറിയാവോ? ഒരു മനുഷ്യനെ കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ അവൻ്റെ കൂടെ നടന്ന് അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അറിഞ്ഞ് പഠിക്കണം. അങ്ങനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന് പഠിക്കാനായിട്ട് നമുക്ക് പറ്റില്ലെങ്കിലും അതിനുള്ളൊരു ഉപാധിയാണ് വചനം എന്ന് പറയുന്നത്. കർത്താവ് തൻ്റെ സ്വഭാവം വചനത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ശിഷ്യന്മാർ നന്നാവാൻ വേണ്ടി, കർത്താവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ ശിഷ്യന്മാർ നന്നാവാൻ വേണ്ടി ഞാൻ അവർക്ക് വചനപ്രഘോഷണം നടത്തുന്നതെന്നോ അവർക്ക് കൂടുതൽ അധികാരം നൽകുന്നതെന്നോ അല്ല കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പിതാവേ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന കർത്താവ് പ്രാർത്ഥിച്ചത്. എന്തേ മറ്റൊരുവൻ നന്നാവാത്തത് എന്നുള്ള ചോദ്യവുമായി ആക്റ്റീവായിട്ട് ഞാൻ ഇതെല്ലാം ശരിയാക്കിയിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് ഈശോ തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുക വഴി നമുക്ക് തെളിയിച്ചു തരികയുണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചു വരിക. അതായത് നമ്മിൽ നിന്നും എടുക്കപ്പെടുന്ന ചില ഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സന്ദർഭം ഒരേ വീട്. ഇതിനെ ആത്മീയതയായിട്ട് നമുക്ക് കണക്കാക്കാം. പള്ളിയും പള്ളി പരിസരവുമായി നമുക്ക് കണക്കാക്കാം. ഇവിടെയുള്ള 2 ആത്മീയ തലങ്ങളാണ്. ഒന്ന് ആക്റ്റീവായിട്ടുള്ള മിനിസ്ട്രി, 2 തമ്പുരാനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മിനിസ്ട്രി. ദൈവം പറയുന്നു ഇത് 2 ഭാഗം തന്നെയാണ്, പക്ഷെ ഇതിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തത് മറിയമാണ്. അതെടുക്കപ്പെടാത്തത് എന്തായിരിക്കും? നമ്മിൽ നിന്ന് എടുക്കപ്പെടാവുന്ന കാര്യങ്ങൾ ചിലരൊക്കെ ഉണ്ട്. ഞാൻ ഇടവപ്പള്ളികളൊക്കെ പണി ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ചിലർ ഭയങ്കര ആക്റ്റീവായിട്ട് പള്ളിയിൽ ഓരോ കാര്യങ്ങളിൽ ഇടപെടും. പ്രായമൊക്കെ ആയിട്ട് വരാമല്ലേ, കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് കൈയും കാലൊക്കെ എത്താത്തൊരു സമയമുണ്ട്. നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സമയമുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും പതുക്കെ പള്ളിയിൽ നിന്നൊക്കെ നമ്മളെ സൈഡാക്കും. നമ്മൾ ചെയ്യുന്ന ചില അബദ്ധങ്ങൾക്കൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പലരും നമ്മളോട് ചൂടാവുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ അവനെതിരായി, പള്ളിക്കെതിരായി, പിന്നെ അച്ഛന്മാർ മോശമായി, പള്ളിക്കാർ മോശമായി, മൊത്തത്തിൽ നേരെ ഓപ്പോസിറ്റ് തിരിയും. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നുണയാണെങ്കിൽ ഇന്ന് സമയം നശിപ്പിക്കാനായിട്ടെന്നുള്ള രീതിയിൽ
ഇറങ്ങിയിരിക്കുന്ന പല ജീവിതങ്ങളും പരിശോധിച്ച് നോക്കി. അവരൊരു കാലത്ത് വളരെ ആക്റ്റീവായി പള്ളികൾ ഉണ്ടായിരുന്നിട്ടുള്ളവരാ. പക്ഷെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് മറന്നുപോയി. തമ്പുരാനോട് കൂടെ ഇരുന്ന് അവൻ പറയുന്ന കാര്യം കേട്ടായിരുന്നെങ്കിൽ, മറിയം ചെയ്തത് അവൻ പറയുന്നത് കേട്ടു. അവൻ എന്താ പറയാറ്? ഒരു കരണത്തടിച്ചോ, അപ്പുറത്ത് കാണിച്ചു കൊടുക്ക്. ഇത് കേൾക്കാനിരിക്കാതെ ആക്റ്റീവ് മിനിസ്ട്രിക്ക് മാത്രം, ഓടിച്ചാടി നടന്നുള്ള പരിപാടിക്ക് മാത്രം ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട്. കർത്താവിന് ഉണ്ടായതുപോലെ ആക്റ്റീവ് മിനിസ്ട്രി നടന്ന കർത്താവിന് ഉണ്ടായിരുന്ന ചില അനുഭവം, അതായത് തെറ്റിദ്ധരിക്കപ്പെടുക, ചെയ്യാത്ത കുറ്റത്തിന് പഴിയേൽക്കപ്പെടുക, ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് ഫേസ് ചെയ്തതുപോലെ, കർത്താവ് അഭിമുഖീകരിച്ചതുപോലെ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റാതെ വരും. അതിന് തമ്പുരാൻ്റെ കൂടെ ഇരുന്ന്, കാരണം അപ്പസ്തോലന്മാരെ വിളിച്ച സമയത്ത് കർത്താവ് പറഞ്ഞ ആദ്യ കാര്യം ഇതാണ്: തന്നോട് കൂടെ ആയിരിക്കാൻ, പിന്നെ പ്രസംഗിക്കാൻ അയക്കാൻ. പ്രാർത്ഥനയിൽ നിന്നും പുറപ്പെടാത്ത ആധ്യാത്മിക പ്രവർത്തികൾ അതൊന്നും അതിൻ്റെ പൂർണ്ണ രീതിയിൽ ഫലം കാണില്ല. അത് പലപ്പോഴും തിരിച്ചടിയായിട്ട് വരും. നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. കുറച്ച് നാൾ കഴിഞ്ഞ് ചിലർ പറയാറുണ്ട്, എൻ്റെ അച്ചു ഇപ്പം ആവുന്ന രീതിയിലേക്ക് നടക്കട്ടെ, കുറച്ച് നാൾ കഴിഞ്ഞ് ആരോഗ്യമൊക്കെ പോകുമല്ലോ, എടുക്കപ്പെടാവുന്ന ചില ഭാഗങ്ങളെ, അതൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. നടക്കാനൊന്നും പോകുന്നില്ല, അത് വെറുതെ തോന്നല. നല്ല കാലത്ത് ആലോചിക്കാതെയും ചിന്തിക്കാതെയും മുന്നോട്ട് പോയിട്ടുള്ള പല കാര്യങ്ങളും ഒരിക്കലും കുറച്ച് കളയും ചെയ്ത് അവസാനം ചിന്തിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. കാരണം ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് നല്ല ഭാഗം. ഒരിക്കലും എടുക്കപ്പെടുകയില്ല. നിൻ്റെ ആരോഗ്യം പോകാം, നിൻ്റെ സൗന്ദര്യം പോകാം, നിൻ്റെ കഴിവ് പോകാം, മറ്റു പല ശുദ്ധികളും നഷ്ടപ്പെടാം. പക്ഷേ നിന്നിൽ നിന്ന് എടുക്കപ്പെടാത്തൊരു കാര്യം എന്ന് പറയണത് തമ്പുരാൻ്റെ കൂടെ ഇരുന്ന് അവനെ ശ്രവിക്കുക. പിന്നീട് പ്രായമായാലും എന്തൊക്കെ വന്നാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, സോളമൻ എന്ന് പറയുന്ന വ്യക്തിത്വം കാണുന്നുണ്ട്. സോളമൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു. ജ്ഞാനം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ്റെ ബുദ്ധിയിലാണ്. വചനം പറയുന്നു, ദൈവം പറഞ്ഞിട്ടുണ്ട് മറ്റു മതങ്ങളിൽ സ്ത്രീകളെയൊന്നും എടുക്കരുതെന്ന്. ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടിയ സ്ത്രീകളെയൊക്കെ സോളമൻ സ്വീകരിച്ചു വെച്ചു. നോക്കണേ, ഏറ്റവും വലിയ ജ്ഞാനിയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ വിധി തീർപ്പുകളും രാജ്യഭരണമൊക്കെ നടത്തി വരുമ്പോൾ ബൈബിളിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. സോളമന് പ്രായമായി, അവൻ്റെ ബുദ്ധിയൊക്കെ മങ്ങി തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് അവൻ്റെ ഭാര്യമാർ, അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്നും തിരിച്ചു എന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ എടുക്കപ്പെടാവുന്ന നല്ല ഭാഗമല്ലാത്ത കാര്യങ്ങൾ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകലാനായിട്ട് തുടങ്ങും. വളരെ റെസ്റ്റ്ലെസ് ആവും. ഒന്നിലും സമാധാനം തോന്നാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വഴിമാറും. ദൈവം നിന്നോട് പറയുന്നു, നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. നമ്മൾ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആദ്യഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രവാചകയുണ്ട്, ഹന്ന എന്ന് പറയുന്ന പ്രവാചക. എന്താ പ്രത്യേകത? അവൾ വിധവയായിരുന്നു. വചനം പറയുന്നു, രാപ്പകൽ ദേവാലയം വിട്ടുപോകാതെ ദൈവസന്നിധിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞിരുന്ന ഒരു പ്രവാചകയായിരുന്നു അവൾ. നോക്കിക്കേ, തമ്പുരാനെയും കൊണ്ട് മാതാവ് വന്നപ്പോഴേക്കും അവൾക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് ഇത് ദൈവപുത്രനാണെന്ന്. അവൾ എല്ലായിടത്തും പോയിട്ട് ആ ശിശുവിനെ കുറിച്ച് പറയുക. നോക്കിയേ, ഇരിക്കുന്നവർക്ക്, ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തുകയാണ് എന്താണ് ചെയ്യേണ്ടത്, നീ എന്താണ് ചെയ്യേണ്ടത്. നോക്കി, ഇവിടെയും പ്രഘോഷണം ഒഴുകുക. ആക്റ്റീവ് മിനിസ്ട്രി ഉണ്ട്, പക്ഷെ തമ്പുരാനിൽ നിന്ന് സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റണം. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്ന ഉദാഹരണമുണ്ട്. അന്ന, സാമുവേലിൻ്റെ അമ്മ, നമുക്കറിയാമല്ലോ. എലി എന്ന പുരോഹിതൻ, ഇവള് ദേവാലയം വിട്ടുപോകാതെ ദേവാലയത്തിൽ നിന്ന് കുശുകുശുക്കുന്നുണ്ട്. ഇവളിങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ട് ഏലി എന്ന പുരോഹിതൻ തെറ്റിദ്ധരിക്കുന്ന പോലും ഉണ്ട്. പക്ഷെ ദേവാലയം വിടാതെ തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന അവൾക്ക് പുരോഹിതൻ്റെ ആശീർവാദം അതിൻ്റെ പരിപൂർണ ഫലപ്രാപ്തിയിൽ സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ബൈബിൾ നമ്മുടെ മുൻപിൽ നിരത്തി വയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നല്ല ഭാഗം, എടുക്കപ്പെടാത്ത നല്ല ഭാഗം അതിൻ്റെ ആത്മീയ ജീവിതമാണ്. എത്ര കഴിവ് നഷ്ടപ്പെട്ടാലും പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു നിധി നമുക്കുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ ഇതാണ്: തമ്പുരാനെ, നല്ല ഭാഗം തിരഞ്ഞെടുക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ.
എൻ്റെ ജീവിതത്തെ മാറ്റാനുള്ള അനുഗ്രഹം നീ എനിക്ക് തരണേ. പലപ്പോഴും ആക്റ്റീവായിട്ട് നടന്ന മനുഷ്യർ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്ത് വന്നിട്ട് പണ്ട് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്, ഈ മിണ്ടാമടങ്ങളും പരിപാടിയൊക്കെ നിർത്തണം. എന്തിനാ വെറുതെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്? അവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുമില്ല. ഉടനെ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ കൊടുത്തൊരു മറുപടി ഉണ്ട്. അവരില്ലെങ്കിൽ സഭയുടെ മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ സഭ തന്നെ ഇല്ലാണ്ടായി പോകാൻ സാധ്യതയുണ്ട്. കാരണം ദേ ആർ ദ പവർ ഹൗസസ് എന്നാ പറഞ്ഞേ. അതായത് സഭയ്ക്ക് ശക്തി നൽകുന്ന ശക്തി സ്രോതസ്സുകളാണ് ഈ മിണ്ടാമടങ്ങളും ഇതുപോലെയുള്ള പ്രാർത്ഥനാ സെൻ്ററുകളും എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. പ്രിയമുള്ളവരെ, സഭയെ നവീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുള്ളൊരു കാലഘട്ടം അത്. സഭയെ നവീകരിക്കാൻ ക്രിസ്തുവിന് ശേഷം സഭയെ നവീകരിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഒരേ ഒരാളെ കുറിച്ചാണ്. അത് ഫ്രാൻസിസ് അസീസിയെ കുറിച്ചാണ്. ഇദ്ദേഹം ചെയ്തത് വാളെടുത്ത് മറ്റുള്ളവരുടെ മുൻപിൽ സഭയെ കുറ്റം പറഞ്ഞ് നടക്കുകയല്ല, മറിച്ച് തന്നെ വിശുദ്ധീകരിച്ച് പ്രായശ്ചിത്തം ചെയ്ത് ചുറ്റും നടന്ന് ദേവാലയം പുതുക്കിപ്പണിത് സ്വയം വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോയി. ഈ ജീവിതാനുഭവങ്ങൾ അനേകം പേര് കാണുകയും അദ്ദേഹത്തെ പിഞ്ചെല്ലാൻ ഇടവരികയും സഭയ്ക്ക് തന്നെ പുതിയ ഒരു ആധ്യാത്മിക ഉണർവും ചൈതന്യവും പ്രദാനം ചെയ്യാൻ ഫ്രാൻസിസ് അസീസിക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞ പ്രാർത്ഥന മറക്കരുത്. മറ്റുള്ളവർ നന്നാവാൻ വേണ്ടി സ്വയം നന്നാക്കിയാൽ മതി. അതിനുള്ള അഭിഷേകം കിട്ടണമെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുള്ളതെല്ലാം തമ്പുരാൻ്റെ കൂടെ നിന്ന ആൾക്കാർക്കുള്ളൂ. അച്ഛൻ പറഞ്ഞത് മറക്കരുത്. സമറിയക്കാരി സ്ത്രീ, പത്രോസ്, ഇവരെ കൂടെ ഇരുന്നപ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ് കിട്ടിയത്. ഞാൻ പാപിയ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ചെയ്യണം കർത്താവേ, നീ ചെയ്യണം. ഈ ഒരു തിരിച്ചറിവ് സ്വന്തമാകണമെങ്കിൽ കൂടെ ആയിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നു, ദൈവമേ, നിനക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആദ്യം നീ എന്നിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ചല്ലോ, തമ്പുരാൻ്റെ വായിൽ നിന്ന് വീണ വചനം എന്ന് പറയണത് ഫലമില്ലാതെ തിരിച്ചു പോവില്ല. അത് ഫലം കണ്ടിട്ടേ പോവുള്ളൂ. പക്ഷെ അത് കേൾക്കാൻ കാത്തിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വചനം ശ്രവിച്ച നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. മർത്തായുടെയും മറിയത്തിൻ്റെയും മധ്യസ്ഥം തേടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാനായിരിക്കുന്ന സഭയിൽ തന്നെ, നിൻ്റെ സമൂഹത്തിൽ തന്നെ ഉള്ള 2 ആധ്യാത്മിക കാര്യങ്ങളാണ് എനിക്കുള്ള ആക്റ്റീവ് മിനിസ്ട്രി, ഓടി നടന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. 2, എനിക്കുള്ള ആധ്യാത്മികമായി ശാന്തമായി നിൻ്റെ സന്നിധിയിലിരുന്നു ചെയ്യേണ്ട പ്രാർത്ഥനകൾ. ദൈവമേ, ഇതിൽ നല്ല ഭാഗം നിന്നോട് കൂടെ ഇരിക്കുന്നതാണ് എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. പലപ്പോഴും ഞങ്ങളിങ്ങനെ ചുമ്മാ നിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കത് പലപ്പോഴും താല്പര്യമുള്ളൊരു കാര്യമായിട്ട് തോന്നാറില്ല. മറിച്ച് എപ്പോഴും ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഈശോയെ ഞങ്ങൾക്ക് താല്പര്യം. എൻ്റെ നല്ല ദൈവമേ, ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഞങ്ങളെ അടിച്ചു വീഴ്ത്താൻ പതിയിരിക്കുന്ന അപകടങ്ങളെ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ കർത്താവേ. നീ സഹിച്ചതുപോലെ മറ്റുള്ളവരുടെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല ഈശോയെ. അതുകൊണ്ട് നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ പഠിക്കാനുള്ള കൃപ, എൻ്റെ അയോഗ്യതകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള അഭിഷേകം, എൻ്റെ ദൈവാനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അനേകരെ നിന്നിലേക്ക് അടുപ്പിക്കാനുള്ള അഭിഷേകവും കൃപയും അനുഗ്രഹവും എനിക്ക് സമൃദ്ധമായി പ്രദാനം ചെയ്യണമേ എൻ്റെ ഈശോയെ. നിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കല്ലേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.